പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ എംഎൽഎയുമായ പി.കെ. ശശിക്ക് കെ.ടി.ഡി.സി ചെയർമാൻ പദവി നഷ്ടമാകും. പദവി രാജിവെക്കാൻ ശശിക്ക് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അന്ത്യശാസനം നൽകി. രാജിവെച്ചില്ല എങ്കിൽ ശശിയെ പുറത്താക്കും. ശശിക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഗോവിന്ദൻ സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാലക്കാട്ടെ പ്രധാന വിശ്വസ്തനായിരുന്നു ശശി. ശശിക്കെതിരെ CPM-ൽ അച്ചടക്ക നടപടി വന്നിരുന്നു. പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി.കെ. ശശിയെ നീക്കി. ഞായറാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ നടപടി നിലവിൽ വരും. ഈ സാഹചര്യത്തിലാണ് KTDCയുടെ ചുമതലയിൽ നിന്ന് ശശിയെ മാറ്റുന്നത്. ഇത് 3-ാം തവണയാണ് പി.കെ. ശശിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടിയുടെ നടപടി. വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് UT രാമകൃഷ്ണൻ സെക്രട്ടറിയായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും തീരുമാനിച്ചിട്ടുണ്ട്. പി.കെ. ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. CITU ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു പി.കെ. ശശി. ഈ പദവികൾ അടുത്ത സംസ്ഥാന കമ്മിറ്റിയോടെ നഷ്ടമാകും. തരം താഴ്ത്തൽ നടപടിയും ഉണ്ടാകും. പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ട് M.V. ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. തുടർന്നായിരുന്നു നടപടി. KTDC പദവിയിലും തുടരാൻ ശശിക്ക് അർഹതയില്ല എന്നാണ് ഗോവിന്ദന്റെ പക്ഷം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിക്ക് ഏരിയ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഐക്യകണ്ഠേന ആയിരുന്നുവെന്നാണ് സൂചന. സമ്മേളന കാലത്തേക്ക് കടക്കാനിരിക്കെ ഉണ്ടായ ശക്തമായ ഈ നടപടി കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന് കൂടുതൽ കരുത്ത് നൽകുന്നതാണ് തീരുമാനങ്ങൾ. ഇത് പാലക്കാട് ഇനി നടക്കുന്ന സമ്മേളനങ്ങളിലും നിർണായകമായി മാറും. ശശിയെ എല്ലാ അർത്ഥത്തിലും ഒതുക്കുകയാണ് ഗോവിന്ദൻ. സഹകരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ച് പാർട്ടി നിർദ്ദേശം ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നും മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേടുകൾ ഉണ്ടായി എന്നുമുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നത്. ഇതിനായി V. ചെന്താമരാക്ഷന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരടങ്ങുന്ന സമിതിയുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് നടപടിയെന്നാണ് സൂചന. VK ചന്ദ്രനെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണിയെ ജില്ലാ കമ്മിറ്റിയിലേക്കും തിരിച്ചെടുക്കാനും തീരുമാനമായി. ഇതും ശശിക്ക് തിരിച്ചടിയാണ്. അതേസമയം പാർട്ടിയിൽ തരം താഴ്ത്തൽ നടപടി നേരിട്ട CPM നേതാവ് പി.കെ. ശശി പാർട്ടിക്കുള്ളിൽ പോരാട്ടം തുടരും. തരം താഴ്ത്തിയ നടപടിക്കെതിരെ അപ്പീൽ നൽകും. അച്ചടക്ക നടപടിയുടെ പശ്ചാത്തലത്തിൽ KTDC ചെയർമാൻ സ്ഥാനമൊഴിയാൻ കൂടി പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. അത് അനുസരിക്കുകയും ചെയ്യും. ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ സംസ്ഥാന സമിതിയിലാണ് അപ്പീൽ നൽകുക. ചട്ടങ്ങൾ പാലിച്ചല്ല തനിക്കെതിരെ നടപടിയെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ നൽകുക. ഇത് കൺട്രോൾ കമ്മീഷന് വിടാനും സാധ്യതയേറെയാണ്. അതിനിടെ ശശിയുടെ പരാതി പരിഗണിച്ച് ജില്ലാ കമ്മിറ്റി തീരുമാനം മരവിപ്പിക്കാനുള്ള സാധ്യതയും സംസ്ഥാന സമിതിയിൽ ഒരു വിഭാഗം തേടും. ശശിയെ രക്ഷിച്ചെടുക്കാൻ പിണറായി പക്ഷം എല്ലാ സാധ്യതകളും തേടും. പാലക്കാട്ടെ പിണറായി പക്ഷത്തെ കരുത്തനാണ് ശശി. അതുകൊണ്ട് തന്നെ ശശിയെ ഇത്തരത്തിൽ പുറത്തേക്ക് വിടുന്നത് പിണറായി അനുകൂലികൾക്ക് വലിയ ക്ഷീണമാണ്. സംസ്ഥാനത്തുടനീളം പിണറായി വിരുദ്ധ നിലപാടുകൾ സമ്മേളന കാലത്ത് ചർച്ചയാകാനും സാധ്യതയുണ്ട്. പിണറായി പക്ഷത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ CPM-ൽ രക്ഷയുള്ളൂ എന്ന സന്ദേശം അണികൾക്കുണ്ടായിരുന്നു. പി.കെ. ശശിക്കെതിരെ മുമ്പുണ്ടായ പല നടപടികളും നാമമാത്രമായിരുന്നു. എന്നാൽ അടുത്ത സമ്മേളന കാലത്തിന് മുമ്പ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്.